സംഘടന നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആണ് അദ്ദേഹം ഇതിൽ തുടർന്നുകൊണ്ട് പോയി, അല്ലെങ്കിൽ നേരത്തെ രാജിവെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആരോപണത്തിൽ. പക്ഷേ എന്തായാലും സങ്കടവുമുണ്ട്, അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. രാജിക്കത്തില് പറയുന്നത് ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് മോഹൻലാൽ ആ രാജിക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ധാർമ്മികമായ ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുക്കുകയാണ്. അതിന് ഏത് രീതിയിലാണ് കാണുന്നത്? അല്ല, പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അമ്മ ഏറ്റെടുക്കുന്നു പറയുമ്പോൾ അതിൽ അംഗങ്ങളല്ലേ ഇതിനകത്ത് ആരോപിക്കപ്പെടുന്ന ആൾക്കാർ. വാദിഭാഗത്തും പ്രതിഭാഗത്തും ഉള്ളതൊക്കെ അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷവും വരുന്നത് അമ്മയിലെ അംഗങ്ങളെക്കുറിച്ചാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവരെ കുറിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അമ്മ ഏറ്റെടുത്തല്ലേ പറ്റത്തുള്ളൂ. സാധാരണ പ്രധാന ഭാരവാഹികളായി അമ്മയിൽ ആരും വനിതകൾ വരാറില്ല. അപ്പോൾ നോമിനേഷനൊക്കെയാണ് ലഭിക്കരുത്. അപ്പം അമ്മയിൽ അത്തരത്തിലൊരു മാറ്റം വേണം എന്നാണോ പറയുന്നത്? ഭാരവാഹികളായി സ്ത്രീകൾ വരട്ടെ എന്നുള്ളതാണോ അഭിപ്രായം? ഒരാളെങ്കിലും വരണം, അതും നല്ല ബോൾഡായിട്ടുള്ളത്, മുഖം നോക്കാതെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന കുറിച്ച് സംസാരിക്കുമ്പോൾ സധൈര്യം തുറന്നു പറയാൻ വന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്നാണെങ്കിലും ശരി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ നിന്നാണെങ്കിലും സധൈര്യം അവർ നേരിട്ട ചൂഷണങ്ങൾ പറഞ്ഞ സ്ത്രീകളെ കൂടി ഓർക്കേണ്ടതുണ്ട്.